പ്രിയ ട്രെയിനീസുകളെ, നമുക്ക് ഇനി പ്ലെയിൻ ടേബിൾ സർവേയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് റിസെക്ഷൻ മെത്തേഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മെത്തേഡുകളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഇന്റർസെക്ഷൻ, റേഡിയേഷൻ, അതുപോലെ തന്നെ ട്രാവേഴ്സിങ്, ഈ മെത്തേഡൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലെയിൻ ടേബിൾ സർവേന്റെ മെത്തേഡായിട്ട് വരുന്നത്. ഇനി നമുക്ക് വേറൊരു മെത്തേഡായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് റിസെക്ഷൻ മെത്തേഡാണ്. റിസെക്ഷൻ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു പ്ലോട്ടിങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള ഏരിയ കാൽക്കുലേഷനോ വേണ്ടി യൂസ് ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ നേരത്തെ നടത്തിയ പ്ലെയിൻ ടേബിൾ സർവേ നടത്തിയ ആ ഒരു ലൊക്കേഷനിലുള്ള സ്റ്റേഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് റിസെക്ഷൻ എന്ന് പറയുന്നത്. ആ റിസെക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമുക്കിനി സ്റ്റഡി ചെയ്യാനുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ലൊക്കേറ്റിംഗ് ദി സ്റ്റേഷൻ പോയിന്റ് ഓൺലി. നമുക്ക് നേരത്തെ ഓൾറെഡി നമ്മൾക്ക് ഒരു പ്ലെയിൻ ടേബിൾ സർവേ നടത്തിയതിന്റെ ഒരു മാപ്പ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ഗ്രൗണ്ടിൽ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് റിസെക്ഷൻ മെത്തേഡ്. അപ്പൊ നേരത്തെ റേഡിയേഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ ട്രാവേഴ്സ് മെത്തേഡിലോ ഏത് മെത്തേഡും, ഇപ്പൊ ട്രാവേഴ്സ് മെത്തേഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യം വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ഓരോ സ്റ്റേഷൻ പോയിന്റ്സ് തന്നെ ആയിരിക്കും. മിക്കവാറും ഇതിന്റെ ആവശ്യം വരുന്നത് റേഡിയേഷൻ മെത്തേഡിലാണ് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ മെത്തേഡ്. ഇന്റർസെക്ഷൻ മെത്തേഡിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നതിൽ ഒരു പോയിന്റിന്റെ ലൊക്കേഷൻ നമുക്ക് എവിടെയൊന്നും അറിയുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. ആ മെത്തേഡിനെയാണ് ഇന്റർസെക്ഷൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ വീഡിയോ വെച്ച് തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പം ഗ്രൗണ്ടിലുള്ള എ ബി സി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഓൾറെഡി നേരത്തെ ഉള്ള പോയിന്റ്സ് തന്നെയാണ്. അതിൽ നമുക്ക് ഒരു സ്റ്റേഷൻ പോയിന്റ് എവിടെയാണെന്ന് നമുക്കറിയില്ല. ഉദാഹരണത്തിന് ബി എവിടെയാണ്, എ എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ബി എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ സി എവിടെയാണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള മെത്തേഡ്, ഈ ഒരു റിസെക്ഷൻ മെത്തേഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബേസ് ലൈൻ നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന ബേസ് ലൈൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ് സ്റ്റേഷൻ പോയിന്റ് അറ്റ് എ പൊസിഷൻ പി. പി എന്ന സ്റ്റേഷൻ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചോ. എ ബി എന്ന് പറയുന്ന ലൈൻസ് സർവേ സ്റ്റേഷൻസ് ഓൾറെഡി നമുക്ക് ഗ്രൗണ്ടിലുണ്ട്, അത് നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എ ബി, അതുപോലെ പി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കും. പി നമുക്ക് എവിടെയാണെന്ന് അറിയില്ല, എ ബി നമുക്ക് ഓൾറെഡി നേരത്തെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റേഷൻ പോയിന്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഇതാണ് ഈ ഫിഗർസ് കണ്ടാൽ നിങ്ങൾക്കറിയാം. പി എന്ന പോയിന്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതൊരു സ്റ്റേഷൻ പോയിന്റ് ആണ്. അതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് അറിയില്ല. നമുക്ക് ഓൾറെഡി ഡ്രോയിങ് ഷീറ്റിൽ എ പി ബി എന്ന് പറയുന്ന പോയിന്റ്സ് ഡ്രോയിങ് ഷീറ്റിലുണ്ട്, പക്ഷെ ഗ്രൗണ്ടിൽ എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ആ ഗ്രൗണ്ടിലുള്ള കറക്റ്റ് പോയിന്റ്സ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, റിസെക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് മെത്തേഡാണ് സാധാരണ റിസെക്ഷൻ മെത്തേഡ്സിൽ യൂസ് ചെയ്യുക. ഒന്ന് 2 point പ്രോബ്ലം ആൻഡ് 3 point പ്രോബ്ലം എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ആ രണ്ട് മെത്തേഡിൽ 2 point പ്രോബ്ലം ആണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വരുന്നത്. ആ 2 point പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് മാത്രം പറയാം. സംഗതി മനസ്സിലാക്കിയാൽ മതി. ഇത് പ്രാക്ടിക്കൽ ഒന്നും വരാൻ സാധ്യതയില്ലാത്ത ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് കാണാം, ബോർഡിൽ കാണാം എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഓൾറെഡി നമ്മുടെ ഗ്രൗണ്ടിലുണ്ട്. അത് കൂടാതെ നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയിലുള്ള നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനകത്ത് എന്തുണ്ട്, എ ബി അതുപോലെ പി ആണെങ്കിൽ പി അല്ലെങ്കിൽ സി ആണ്. സി ഒരു പോയിന്റ് നമുക്ക് ഓൾറെഡി ബോർഡിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ എ ബി എന്നുള്ളത് ഗ്രൗണ്ടിലുള്ള പോയിന്റ്, അത് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് ആണ്. നേരത്തെ ഡ്രോയിങ് ഷീറ്റിൽ ഉള്ള ഒരു പോയിന്റ്
എ ബി എന്നുള്ള ലൈൻസ് ഉണ്ടെങ്കിൽ ആ ലൈൻസിന് ഏകദേശം പാരലൽ ആയിട്ട് എന്ത് ചെയ്യണം, ഇൻസ്ട്രുമെന്റ് നമ്മൾ ഒരു സ്റ്റേഷനിൽ ഫിക്സ് ചെയ്യുക. അത് കറക്റ്റ് പോയിന്റ് ആയിരിക്കണം എന്നില്ല, നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ് തന്നെ ആണെന്നില്ല, ഏതെങ്കിലും ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. അപ്പൊ എ ബി എന്നുള്ള ലൈൻ ഓൾറെഡി എവിടെ ഉണ്ട്, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ അകത്തുണ്ട്. അതുപോലെ ഗ്രൗണ്ടിലും എ ബി ഉണ്ട്. അപ്പൊ എ ബി ഏകദേശം പാരലൽ സ്ഥലത്ത് കുറച്ച് വിട്ടുകൊണ്ട് എന്ത് ചെയ്യാം, എ ബി എന്ന് പറയുന്നതിന് പാരലായിട്ട് ഒരു ലൈൻ നമുക്ക് ഒരു ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് ആ പോയിന്റിൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യാം. ഇപ്പൊ നേരത്തെ ഡ്രോയിങ് ഷീറ്റിലുള്ള പോയിന്റ്സ് ആണ് എ ബി, ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സി എന്ന ഏകദേശം ഒരു സി എന്ന പോയിന്റ് നമ്മൾ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇൻസ്ട്രുമെന്റ് അവിടെ ഫിക്സ് ചെയ്യാം. ഇൻസ്ട്രുമെന്റ് ഏകദേശം ഒരു സി ഇന്നടുത്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാരണം ഈ ലൈൻസ് എ ബി സി എന്നുള്ള ആ ട്രയാങ്കിൾ ലൈൻസ് ഓൾറെഡി നമുക്ക് ഏതിൻ്റെ അകത്തുണ്ട്, ഡ്രോയിങ് ഷീറ്റിന്റെ അകത്തുണ്ട്. അപ്പം നമ്മൾ എടുത്ത പോയിന്റും സി എന്ന പോയിന്റ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ആ സ്റ്റേഷൻ പോയിന്റ്സ് വരുന്ന രീതിയിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സ്റ്റേഷൻ പോയിന്റ്സ് അവിടെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മൾ ഡ്രോയിങ് ഷീറ്റിലെ സിയും അതുപോലെ ഡ്രോയിങ് ഷീറ്റിലെ എയും ഗ്രൗണ്ടിലെ എയും വരുന്ന രീതിയിൽ ഒരു റേ കൊടുക്കുക. അതുപോലെ ഡ്രോയിങ് ഷീറ്റിലെ സിയും ഡ്രോയിങ് ഷീറ്റിലെ ബിയും ഗ്രൗണ്ടിലെ ബിയും വരുന്ന ലൈൻസ് കൊടുക്കുക. അപ്പൊ അത് ആ ഗ്രൗണ്ടിലെ പോയിന്റ്സ് നേരത്തെയുള്ള പോയിന്റ്സ് സി അത് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ഏകദേശം ഒന്ന് എന്ത് ചെയ്യാം, അത് നോക്കുക. എന്നിട്ട് ഒരു പോയിന്റ്സ് നമ്മൾ ഒരു ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒരേ ലൈനിൽ വരുന്നതിൽ ഡി കളക്ട് ചെയ്യാം. ഒരു എ ബി സി ഡി എന്നുള്ള ഒരു പോയിന്റ്, അത് എവിടെ ആവാം. അതാണ് 2 പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ് എക്സ്ട്രാ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇൻസ്ട്രുമെന്റ് ഡിയിലേക്ക് സെലക്ട് ചെയ്യുക. അതിന്റെ നോൺ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എത്രയെന്ന് മാർക്ക് ചെയ്തിട്ട് ഡി നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ അകത്ത് എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്ത് കാണിക്കണം. എന്നിട്ട് ആ ഡ്രോയിങ് ഷീറ്റിൽ മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇൻസ്ട്രുമെന്റ് ഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇൻസ്ട്രുമെന്റ് ഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരത്തെ എയിലുള്ള എല്ലാ ലൈൻസും ഡി സിയിൽ നിന്ന് വരച്ച എല്ലാ ലൈൻസും അതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഇവിടെ പുതുതായിട്ട് മാർക്ക് ചെയ്ത ഡിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ ഡി പിന്നെ ഗ്രൗണ്ടിലുള്ള ഡിയും അതുപോലെ തന്നെ ഷീറ്റിലെ ഡിയും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യും. അപ്പൊ ഫിക്സ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ലെവൽ ചെയ്യണം, അതുപോലെ തന്നെ സെന്ററിങ് ചെയ്യണം, മാഗ്നറ്റിക് നോർത്ത് ഓറിയന്റ് ചെയ്യണം. എല്ലാം ചെയ്തതിന് ശേഷം ഡി പിന്നെ ഗ്രൗണ്ടിലുള്ള ഡിയും അതുപോലെ തന്നെ ഷീറ്റിലെ ഡിയും കൂടി ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഡിയിൽ നിന്നുകൊണ്ട് തന്നെ പിന്നെ എ സെറ്റ് ചെയ്യാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ ഷീറ്റിലുള്ള എയും അതുപോലെ തന്നെ ഗ്രൗണ്ടിലുള്ള എയും ഒരേ ലൈനിൽ വരിക. പക്ഷെ ഇവിടെ ഒരു പോയിന്റിൽ അത് ഈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് കോയിൻസൈഡ് ചെയ്യും. അതുപോലെ ഷീറ്റിലുള്ള സിയും ഷീറ്റിലുള്ള ബിയും ഷീറ്റിലെ ബിയും ഗ്രൗണ്ടിലുള്ള ബിയും കൂടി ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കുക. അതും ഒരു പോയിന്റിൽ അത് കോയിൻസൈഡ് ചെയ്യും. അപ്പൊ ആ കോയിൻസൈഡ് ആ രണ്ട് ലൈനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്സ് എവിടെയെന്ന് നോക്കുക. ഈ സിന്ന് ഡിയിലേക്ക് വരച്ച ലൈനിൽ ഒരു പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെ ഒരു പോയിന്റ് ഇ എന്ന് മാർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. ആ ബി എന്ന ആ പോയിന്റ്സ് ഡി എന്ന ഇവിടെ ഗ്രൗണ്ടിൽ ഷീറ്റിലെ ബിയും അതുപോലെ ഗ്രൗണ്ടിലെ ബിയും ഒരേ ലൈനിൽ വരുന്ന സമയത്ത് ഒരു പോയിന്റ്സിൽ ഇവിടെ ഈ നേരത്തെ ബി എന്ന് വരച്ച പോയിന്റ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. ആ കോയിൻസൈഡ് എന്ന പോയിന്റ്സിനനുസരിച്ച് ഈ ബോർഡ് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എഫ് എന്ന് പറഞ്ഞ ലൈൻസിലേക്കാണ് അത് വരിക. നമ്മൾ സപ്പോസ് ഒരു എഫ് എന്ന ലൈൻസിലേക്ക് ഇവിടുന്ന് ഒരു ലൈൻ ഇവിടെ
ലൈൻ കൊടുക്കുക. ആ ലൈൻസിലേക്ക് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കും. റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അല്പം ഒന്ന് റൊട്ടേറ്റ് ആവും. അപ്പൊ എ ബി എന്നുള്ള ലൈൻസ് ഈ ഇവിടത്തിലേക്ക് ഈ എന്ന ലൈൻസിലേക്ക് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഇനി എങ്ങനെ ഉണ്ടാവും നിങ്ങൾ നോക്കാം. അത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരക്കുന്നതാണ്. എ ബി, നേരത്തെയുള്ള എ ബി അതിങ്ങനെ വരും, പിന്നെ നേരത്തെയുള്ള സി ആണ്, പിന്നെ ഡി, എ ബി, ആ ബി ഗ്രൗണ്ടിലുള്ള എയും അതുപോലെ തന്നെ ഷീറ്റിലെ എയും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നു. ഗ്രൗണ്ടിലുള്ള ബിയും ഷീറ്റിലെ ബിയും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നു, തമ്മിൽ ഒരു പോയിന്റിൽ സംഗമിക്കും. ഏത് ഡിയിലേക്ക് നേരത്തെ വരച്ച ഒരു പോയിന്റിലേക്ക് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. ആ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ആക്ച്വലി എന്ത്, സി എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി റിസപ്ഷൻ മെത്തേഡിലെ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൂടുതൽ നമുക്ക് കൂടുതൽ പിന്നെ പ്രാക്ടിക്കലൊന്നും വരാത്തത് കൊണ്ട് നമുക്ക് കുറച്ചധികം കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എന്ത് ചെയ്യാം, അതിന്റെ ഒരു പ്രൊസീജിയറാണ് ഇവിടെ തന്നത്. നമ്മളത് പ്രാക്ടിക്കലില് പിന്നെ തിയറിയിൽ നമ്മൾ റെക്കോർഡ്സിൽ അതിന്റെ ഇപ്പൊ പറഞ്ഞതിന്റെ പ്രൊസീജിയറാണ് വരുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ഇതുള്ളത് റിസപ്ഷൻ മെത്തേഡിൽ പോയിന്റ്സ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. 2 point പ്രോബ്ലം ആൻഡ് 3 point പ്രോബ്ലം. ഇതാണ് ഞാൻ 2 പ്രോബ്ലം നിങ്ങളെടുത്ത് പറഞ്ഞത്. ഞാൻ റിസപ്ഷൻ മെത്തേഡിന്റെ ഒന്നുകൂടി വേറെ ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ട് തരാം. जिसमें कि मैंने प्लेन टेबल के जितने भी इंस्ट्रूमेंट हैं मेथड देखे हैं, जैसे कि रेडिएशन, इंटरसेक्शन, ट्रैवर्सिंग, तो उनका लिंक मैं आपको डिस्क्रिप्शन में दे दूंगा। तो आज का हमारा 4th मेथड है रिसेक्शन मेथड। इसके बाद मैं 2 वीडियो और बनाऊंगा जिसमें कि मैं 2 point प्रॉब्लम एंड 3 point प्रॉब्लम को भी कवर करूंगा अच्छे से, तो आप उन वीडियो को भी जरूर देखें। तो सबसे पहले मैं बात करूंगा रिसेक्शन मेथड की। तो रिसेक्शन मेथड में हम क्या करेंगे, इसके अंदर हम जो हमारा प्लेन टेबल का जो पॉइंट है ग्राउंड पे, जो स्टेशन पॉइंट, उसको हम शीट के ऊपर फाइंड करेंगे इस मेथड के अंदर। तो इस मेथड के अंदर हम, जैसे कि मैं आपको दिखाऊं, सपोज ये 2 पॉइंट थे ग्राउंड के ऊपर, ये बी। तो इन 2 पॉइंट को मैंने यहाँ पे टेबल रखा। എ ബി എന്നുള്ള 2 പോയിന്റ്സ് ഗ്രൗണ്ടിലുള്ള പോയിന്റ് ആണ്. ഞാൻ ഒന്നും കൂടി അത് നേരത്തെ പറഞ്ഞു തന്നെയാണ് ഒന്നുകൂടി. तो मैंने यहाँ पे इसको टेबल को अच्छे से सेट किया, जिसके बारे में मैंने अपनी पिछली वीडियो में बताया, आप उसको अच्छे से देखें कैसे हम इसकी सेटिंग करेंगे। तो यहाँ पे सेट करके मैंने इस टेबल को यहाँ पे इस पॉइंट को मार्क कर लिया। तो मार्क कर लिया इस पॉइंट को, इसका सेंटर पॉइंट को यहाँ पे। तो उसके बाद क्या किया, मैंने इस यहाँ से एलिडेट रखा और इस पॉइंट को बाइसेक्ट किया। तो शीट के ऊपर मेरे पास ये पॉइंट आ गया ए, ऐसे ही मैंने इसको बाइसेक्ट किया, ये आ गया बी। तो ये मेरे पास शीट के ऊपर 2 पॉइंट्स आ गए। तो अब नेक्स्ट डे मैं सर्वे करने के लिए आया, तो क्या हुआ, मेरे पास से ये मेरे पास से जो पॉइंट था स्टेशन, ये पॉइंट मेरे पास से शीट के ऊपर से रिमूव हो गया। तो इस पॉइंट को जो जिस पे मैंने कल सर्वे किया था, ये सब कुछ मैंने ड्रॉ किया था शीट के ऊपर, यहां तक की शीट मैंने बना दी थी। तो ये मुझे अब ये पॉइंट मुझे लोकेट करना है जहां पे ये कल टेबल रखा था। इस शीट के ऊपर मुझे ये पॉइंट फाइंड करना है। तो इस रिसेक्शन मेथड में हम जो प्लेन टेबल का स्टेशन पॉइंट है, जहां पे प्लेन टेबल रखा है या जहां पे प्लेन टेबल रखा था, हमने सर्वे किया था कल, तो उस पॉइंट को हम शीट के ऊपर लोकेट करते हैं। इसको बोलता हूं मैं रिसेक्शन मेथड। तो जैसे कि इससे पहले मैंने अलग अलग मेथड बताए थे, उनमें हम स्टेशन पॉइंट को नहीं फाइंड कर रहे थे, हम उनमें डायरेक्टली पॉइंट्स को फाइंड कर रहे थे शीट के ऊपर। ये जितने भी पॉइंट्स थे ग्राउंड के ऊपर मेरे, इनको मैं शीट के ऊपर फाइंड कर रहा था। तो अब हम क्या कर रहे हैं, अब हम
इस स्टेशन पॉइंट को, जो ग्राउंड के ऊपर पॉइंट है, इसको शीट के ऊपर प्लॉट करेंगे विद द हेल्प ऑफ दीज 2 पॉइंट्स। इन 2 पॉइंट्स की हेल्प से हम, जो हमने कल सर्वे किया था डे वन में हमने ये सर्वे किया था, सपोज हमें इनकी पूरी अच्छे से पता है, डिस्टेंस इनका ये वाला डिस्टेंस भी पता है कितना है, और ये भी, तो ये हमने, हमारे पास 2 पॉइंट आ गए थे। तो ये इन 2 पॉइंट से, इन 2 पॉइंट को आप फिक्स पॉइंट मान सकते हो, इसको कोई बिल्डिंग का कोई कोड। ഞാൻ പറഞ്ഞു വരുന്നത് എ ബി 2 പോയിന്റ്സ്, ആ 2 പോയിന്റ് ഓൾറെഡി നമ്മുടെ ഷീറ്റിന്റെ അകത്തുണ്ട്. പിന്നെ ആ പോയിന്റ് എവിടുന്നാണ് പ്ലോട്ട് ചെയ്തെന്നുള്ളത് എന്തെന്നില്ല, ഗ്രൗണ്ടിലുള്ള പോയിന്റ്സ് എവിടെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പൊ ആ 2 പോയിന്റ്സ് തമ്മിൽ പ്ലോട്ട് ചെയ്ത മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് എവിടെയാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ആ മെത്തേഡിനെയാണ് റിസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. इसको कोई इलेक्ट्रिकल पोल मान सकते हो आप। तो ये 2 मेरे फिक्स पॉइंट हैं जो ग्राउंड पे वहीं पे रहेंगे। हमें फाइंड करना है स्टेशन पॉइंट। तो नेक्स्ट डे मैं क्या करूंगा, मुझे अब ये तो पता नहीं, हमें ये तो पता नहीं कि कहाँ पे आओ ग्राउंड पे पॉइंट जहाँ पे हमने कल टेबल रखा था, लेकिन हम उसके थोड़ा अप्रोक्सीमेटली उस पॉइंट के आसपास कहीं इस टेबल को सेट कर लेते हैं, और शीट को भी ऐसे, ये मेरे पास शीट है, ये 2 पॉइंट्स है हमारे पास, एक ए एक बी। इस लाइन को, इन पॉइंट्स को मैं इन पॉइंट्स के पैरेलल रख लेता हूं ऐसे। तो इन पॉइंट्स की हेल्प से हम क्या करेंगे, ये हमारा टेबल है जैसे, तो फिर ये हम पॉइंट निकालेंगे। उसके लिए हम क्या करेंगे, इन पॉइंट्स को बाइसेक्ट करेंगे, इस पॉइंट को बाइसेक्ट करेंगे। तो उसके लिए मेरे पास डिफरेंट टाइप्स के मेथड है इस पॉइंट को लोकेट करने के लिए। आज की वीडियो में मेरा आपको बताने का सिर्फ एक ही मकसद था कि हमें ये निकालना क्या है, इसके अंदर प्रॉब्लम स्टेटमेंट क्या है, सबसे पहले रिसेक्शन मेथड में हमें करना क्या है। जब तक आपको ये पता नहीं लगेगा कि हमें करना क्या है, तो आप उसको नहीं फाइंड कर पाओगे। आपको ये पता होना चाहिए हमें करना क्या है। तो हमें ये पॉइंट निकालना है अब, जो जो इस शीट से मिस हो गया है, जो हमने कल नहीं मार्क किया था, जहां से हमने ये दोनों पॉइंट्स को लिए थे। तो ये पॉइंट हमें शीट के ऊपर फाइंड करना है। तो इसको फाइंड करने के लिए हमारे डिफरेंट टाइप्स के मेथड हैं, 4-5 मेथड हैं, जिनमें से 2 मेथड बड़े ही कॉमन है, बड़े इंपॉर्टेंट है, किसी भी एग्जाम पॉइंट ऑफ व्यू से देखें हम तो वो दोनों मेथड बहुत इंपॉर्टेंट है, जिनका नाम है, फर्स्ट है मेरा 2 पॉइंट प्रॉब्लम और सेकंड है 3 पॉइंट प्रॉब्लम। तो ये दोनों मेथड से हम क्या करते हैं, इस स्टेशन पॉइंट को लोकेट करते हैं। तो उसमें हम डिफरेंट टाइप्स के, उसके अंदर भी कुछ सब मेथड्स हैं उनके, जैसे 3 पॉइंट प्रॉब्लम में 3-4 मेथड हैं, पेसल्स मेथड, लेमैन मेथड, या फिर हम और 2-3 तरह। അപ്പൊ ഇതാണ് റിസെപ്ഷൻ മെത്തേഡ്. റിസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ടിലുള്ള പോയിന്റ്സ് എവിടെയാണെന്ന് അറിയാതെ നമുക്ക് ഷീറ്റിലേക്ക് പിന്നെ ലൊക്കേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡിനാണ് റിസെപ്ഷൻ മെത്തേഡ് എന്ന് പറയാം. മെത്തേഡ് ഓഫ് റിസെപ്ഷൻ. This method is used only for small scale or rough mapping. A 2-point method and 3-point method എന്ന് പറഞ്ഞ 2 മെത്തേഡാണ് റിസെപ്ഷൻ പോയിന്റ് യൂസ് ചെയ്യുന്നത്. പേര് മാത്രം നമുക്കിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്താൽ മതി. കൂടുതൽ അത് ഡീറ്റെയിലേക്ക് നമുക്ക് അതിൽ കടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ ആണ് നമുക്കിനി ഇതിൽ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ടെസ്റ്റിലേക്ക് കടന്നാല് 3-point problem, 2-point problem ഒക്കെ മനസ്സിലാക്കാം. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അഡ്ജസ്റ്റ്മെന്റ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ആണ് കൂടുതൽ പഠിക്കാനുള്ളത്, ലെവലിങ്ങിനെ കുറിച്ചാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വളരെ വിശദമായിട്ട്
പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് പ്ലെയിൻ ടേബിളിന്റെ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ് ഉണ്ടാവും. ഞാൻ അതിന്റെ ഷെഡ്യൂൾ ഞാൻ ഇടും. നാളെ എല്ലാവരും ലൈവിൽ വരണം. അത് പിന്നെ റെക്കോർഡ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞു തരും. ഇത്രയും ഇന്നത്തെ ക്ലാസ് വളരെ ഷോർട്ടായിട്ട് അവസാനിപ്പിക്കുകയാണ്.